ആനിമേഷൻ സിനിമയുടെ ലൊക്കേഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെയൊക്കെ കരടിയെയാണ് കൊണ്ടുവരേണ്ടത്. കരടിയെ കൊണ്ടുവരാനായിട്ട് അത് വേറൊരു ഫയലിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പുതിയൊരു ഫയൽ തുറക്കാം. ഗ്രാഫിക്സ് 3.1.2. ഇവിടെ 3D മോഡലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായ സ്കൾപ്റ്റിംഗ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ സങ്കേതത്തിൻ്റെ ഉപയോഗം ലളിതമായും രസകരമായും അവതരിപ്പിച്ച് കുട്ടികളിൽ മോഡലിങ്ങിൻ്റെ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനത്തിൻ്റെ വിനിമയം നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കളിമണ്ണ് ഉപയോഗിച്ച് ശില്പങ്ങൾ തയ്യാറാക്കുന്ന രീതിയിൽ രൂപങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുന്ന സങ്കേതം 3D മോഡലിംഗിൽ ലഭ്യമാണ്. സ്കൾപ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. അത് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കരടിയെ നിർമ്മിക്കുന്ന ആ പ്രവർത്തനം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അത് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കടക്കാം. ബ്ലെൻഡർ എടുക്കുന്നു. അവിടെ നമുക്ക് ഇപ്പോഴുള്ള മെഷിനെ ഡിലീറ്റ് ചെയ്യാം. പുതിയ മെഷ് ആഡ് ചെയ്യാം. മെഷ് UV സ്ഫിയർ. എഡിറ്റ് മോഡിലേക്ക് പോകാം. ടാബ് കീ പ്രസ് ചെയ്യുക. വ്യൂ പോയിൻ്റ് ഫ്രണ്ട് 1 പ്രസ് ചെയ്യുക. നമ്പർ പാഡ് 1 പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ഇവിടെ ഇതിനെ കൂടുതൽ ജിയോമെട്രി ആഡ് ചെയ്യുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സബ് ഡിവൈഡ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ സബ് ഡിവൈഡ് ചെയ്ത് കൂടുതൽ വെർട്ടിസസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും പിന്നെ വെർട്ടെക്സ് പെയിൻറ്റും എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു, പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ ജോമെട്രിക് ഷേപ്പിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള സ്കൾപ്റ്റ് മോഡ് എന്നുള്ള ആ മോഡിലേക്ക് നമുക്ക് മാറാം. എഡിറ്റ് മോഡിലേക്ക് വീണ്ടും പോയതിന് ശേഷം സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് സ്കൾപ്റ്റ് മോഡ് ആക്റ്റീവ് ആക്കുന്നു. സ്കൾപ്റ്റ് മോഡിലെ ടൂളുകൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ആ ലെഫ്റ്റ് സൈഡ് ഓരോ ടൂളുകളും ഉപയോഗിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കരടിയുടെ ഒരു ചിത്രം നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്, അത് നോക്കാം. കരടിയുടെ മുഖം വായുടെ ഭാഗം കുറച്ച് മുന്നോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത്. തല ഉരുണ്ട തലയാണ്. അതുപോലെ തന്നെ ചെവി ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആദ്യം നമുക്ക് കരടി ഈ ഭാഗം വായുടെ ഭാഗം നമുക്കൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് ഇവിടെ ഇൻഫ്ലേറ്റ് എന്നുള്ള ടൂളുണ്ട്. അത് വെച്ച് നമുക്കിതിലേക്ക് മുഖത്തെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. മുഖം വായുടെ ഭാഗം മുന്നിലേക്ക് നീട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇൻഫ്ലേറ്റ് എന്നുള്ള ആ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ ടൂളിൻ്റെ റേഡിയസ് ഒന്ന് കൂട്ടാനായിട്ട് ഇവിടെ റേഡിയസ് വലിപ്പം കൂട്ടാം. അതല്ലെങ്കിൽ കീബോർഡിലെ F പ്രസ് ചെയ്തതിന് ശേഷം മൗസ് ഒന്ന് നീക്കിയാൽ മതിയാവും. വെറുതെ നീക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യത്തിന് വലിപ്പമായതിനു ശേഷം ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്നും ആണ് നമുക്ക് വായ തുടങ്ങുന്നതെങ്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതിയാവും. അപ്പോൾ അത് മുന്നോട്ട് നീണ്ടു വരുന്നതായിട്ട് കാണാം. അത് ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ഒന്ന് ഉരുട്ടുകയാണെങ്കിൽ അതും കുറച്ച് വലുതാക്കി വരുന്നത് കാണാം. ഓക്കെ, ഇനി അത് വ്യൂ പോയിൻ്റ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഷേപ്പ് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഫ്രണ്ട് വ്യൂയിലേക്ക് വരാം. ഫ്രണ്ട് വ്യൂയിലേക്ക് വരാനായിട്ട് 1 പ്രസ് ചെയ്യാം. വീണ്ടും ആവശ്യമായിട്ടുള്ള നീളം കൂട്ടിയതിന് ശേഷം 3 എന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇനിയും 1ലേക്ക് തന്നെ തിരിച്ചു പോകാം. ഫ്രണ്ട് വ്യൂ. ഇനി കണ്ണിൻ്റെ ഭാഗമാണ് ചെയ്യേണ്ടത്. കണ്ണ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിപ്പം, ഈ ബ്രഷിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാം. F പ്രസ് ചെയ്തതിന് ശേഷം അകത്തേക്ക് വലിക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഏകദേശം ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ
റേഡിയസ് വരത്തക്ക രീതിയിൽ വന്നതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് വലിക്കാനായിട്ട് ഇവിടെ പ്ലസ് എന്നുള്ളതാണ് ഉപയോഗിച്ചത്. നമുക്ക് അകത്തേക്ക് കുഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ഉപയോഗിച്ച് നമുക്ക് കുഴിക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നു. ഈ സ്ട്രെങ്ത് നമുക്കിപ്പം 0.5 ആണ്. അത് മാക്സിമം ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കുഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എവിടെയാണോ കണ്ണ് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വട്ടം കറക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പം കണ്ണിൻ്റെ ഈ ഭാഗത്ത് വരുന്ന കുഴി ഇങ്ങേ ഭാഗത്തും വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ ചെയ്തൊന്ന് കൺട്രോൾ സെറ്റ് അൺഡു ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഇവിടെ എക്സിമെട്രി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ചെയ്യുന്ന അതേ കാര്യം ഇടത് സൈഡിലും വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ കുഴി ആക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇവിടെ കുറച്ച് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നും സ്മൂത്ത് എന്നുള്ള ആ ടൂൾ ഉപയോഗിക്കാം. സ്മൂത്ത് എന്നുള്ള ടൂള് ഇതിൻ്റെ റേഡിയസ് ഒന്ന് കൂട്ടാം. അതിനുശേഷം ഇതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാം. സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ബൾജിങ് ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഒരു 0.2 ഒക്കെ മതിയാവും. ഓക്കെ. അതിനുശേഷം നമുക്കിതൊന്ന് ഇതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാം. ഓക്കെ. ഇനിയും ഇതിന് ആവശ്യമായിട്ടുള്ള ബൾജിങ് ഒക്കെ നൽകാൻ വേണ്ടി ഇലാസ്റ്റിക് ഡിഫോം ബ്രഷ് എന്നുള്ള ഇത് എടുക്കാം. ഇതാണ് ഇലാസ്റ്റിക് ഡിഫോം ബ്രഷ്. സെലക്ട് ചെയ്യാം. അത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് ക്രമീകരണമൊക്കെ നടത്താനും സാധിക്കും. അപ്പോൾ ഈ ബ്രഷ് കൊണ്ടുവന്നതിനനുസരിച്ചിട്ട് അവിടെ അത് അറ്റാച്ച് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഷേപ്പൊക്കെ മാറ്റി കൂടുതൽ സുന്ദരനാക്കാവുന്നതാണ്. ഇവിടെ 1 പ്രസ് ചെയ്യാം. 3 പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെയും നെറ്റിയുടെയൊക്കെ ഭാഗം കുറച്ച് അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചെയ്ത് അകത്തേക്ക് ആക്കാവുന്നതാണ്. ഓക്കെ. ഇനിയും ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. 1 പ്രസ് ചെയ്തു. ഇനി ഇത് നമുക്ക് ചെവിയാണ് തയ്യാറാക്കേണ്ടത്. ചെവി തയ്യാറാക്കാനായിട്ട് ഇവിടെ നിന്നും ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ ബൾജ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ വരത്തക്ക രീതിയിലാണ് വേണ്ടത് ചെവി. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചെവിയെ രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനിയിപ്പം എങ്ങനെയാണോ വേണ്ടത് അത് നമുക്ക് ആ ബ്രഷിൻ്റെ സഹായത്തോടെ ചെയ്ത് എടുക്കാം. ഓക്കെ. 3ലേക്ക് പോയി കഴിഞ്ഞാൽ സൈഡ് വ്യൂവിൽ പോവാം. ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഹൈറ്റ് കൂട്ടാം. ഒരിടത്ത് വരുന്ന കാര്യം മറ്റിടത്തും വന്നോളും. 1ലേക്ക് പോയി നോക്കാം. വീണ്ടും 3ലേക്ക് പോവാം. അതിനുശേഷം ഇതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാം. F പ്രസ് ചെയ്യുക. അതിൻ്റെ വലിപ്പം കുറയ്ക്കാം. ഇനി അകത്തേക്ക് കുറച്ച് ബൾജിങ് ആണ് വേണ്ടത്. ചെവിക്ക് അകത്തേക്ക്. അതും 3ലേക്ക് പോയതിന് ശേഷം ചെയ്യാം. പോർഷൻ നമുക്ക് അകത്തേക്ക് ബൾജ് ചെയ്യാം. ഓക്കെ.
ഫ്രണ്ട് വീലിനും കൂടെ നോക്കാം. ഓക്കെ, ത്രീയിലേക്ക് പോയി നോക്കണം. ഇടയ്ക്ക് അകത്തേക്ക് നീക്കാം. ഇനി ഇവിടെ ഈ പോർഷൻ ഒന്ന് താക്കണമെങ്കിൽ F പ്രസ് ചെയ്ത് അതിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടിയതിന് ശേഷം താക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇവിടെയും കുറച്ച് സ്മൂത്തൻ ചെയ്യണമെങ്കിൽ ആ സ്മൂത്ത് ടൂൾ ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഭാഗത്ത് സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സ്മൂത്തൻ ചെയ്യേണ്ട കാര്യമില്ല. ആ ബൾജിങ് ഒക്കെ മാറും. അപ്പോൾ സ്മൂത്തൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൂള് അതിൻ്റെ വലുപ്പമൊക്കെ കുറച്ചിട്ട് ആവശ്യമായ രീതിയിൽ സ്മൂത്തൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കരടിയുടെ ചെവിയും മുഖവും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.